എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സിവിൽ എക്സൈസ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ജി കെ എല്ലാം ഒരുവിധം ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് രീതിയിലാണ് ചെയ്യണത്. നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും നിങ്ങളുടെ ആൻസറും നിങ്ങളൊന്ന് എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് എത്ര കറക്റ്റ് കിട്ടിയെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ പിന്നെ കറക്റ്റ് ആയി വരുമ്പോൾ നമുക്ക് നല്ലൊരു റാങ്ക് തന്നെ റാങ്ക് ലിസ്റ്റിൽ വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ള ആണ്. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയൻ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഇതില് തെറ്റായ പ്രസ്താവന 1ഉം 2ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. തെറ്റായത് ഏത്? 3ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നുള്ള രൂപീകരണം 1837 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷെക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ്ങിനു ശേഷം ഗുവാഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഗുവോഫെങ്. ആൻസർ എന്താണ്? ഡി ആണ്. 4 മാത്രം തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിൽ ആണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതി ആണ്. തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? നാഗ്പൂർ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രമേയം, ലാഹോർ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. ശരിയായിട്ടുള്ളത് 1ഉം 4ഉം ആണ്. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ളതും സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ആൻസർ ബി, ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. ആൻസർ ബി, ഭൂഗർഭജലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ആൻസർ ഡി, കാനഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കടുപ്പം കുറഞ്ഞ ധാതു. ആൻസർ ഡി, ടാൽക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ആൻസർ എ, സംവഹന വൃഷ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ.
ആൻസർ സി മാംഗോ ഷവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. ആൻസർ എ ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ ബി M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ആൻസർ ഡി ഇവയെല്ലാം: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ആൻസർ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമേത്? ആൻസർ എ ഫിലിപ്പൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ആൻസർ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആൻസർ എ 38. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഇതില് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. 4 തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആൻസർ ബി ആണ്. 1, 2, 3, 4 ശരിയായത്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരെ? പണ്ഡിറ്റ് താക്കൂർദാസ്, ജവഹർലാൽ നെഹ്റു, ജസ്റ്റിസ് ഹിദായത്തുള്ള ഇവരാരുമല്ല. ഇതിലെ ഏതാണ് ആൻസർ? ജസ്റ്റിസ് ഹിദായത്തുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏതു വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിനു മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ആൻസർ എന്താണ് വരിക? 1, 2, 3, 4 അതായത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങളേവ? നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അവശിഷ്ടാധികാരങ്ങൾ, ഭരണഘടനാ ഭേദഗതി. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നോക്കി എന്തായാലും പഠിക്കണം. ഏതാണ്? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ കാനഡ, പിന്നെ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്.
ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കുവാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ആൻസർ എന്താണ്? ഉപരാഷ്ട്രപതി. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, നിയമങ്ങളുടെ അന്തസത്ത, ഇന്ത്യ 2020, മൈ ട്രൂത്ത്. ഇതൊക്കെ ആരാണ് എഴുതിയെന്നുള്ളത് കണ്ടുപിടിക്കണം. ആൻസർ എന്താണ് വരിക? അതായത് ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹംഫ്രി ബെർക്ക്ലി ആണ്. നിയമങ്ങളുടെ അന്തസത്ത മോണ്ടെസ്ക്യൂ. ഇന്ത്യ 2020 എന്നുള്ളത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ആരാണ്? മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികളേവ? ബൽവന്തറായി കമ്മീഷൻ 1957, PK തുംഗൻ കമ്മീഷൻ 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. തെറ്റായ ജോഡി രണ്ടാമത്തെയാണ് തെറ്റുള്ളത്. PK തുംഗൻ കമ്മിറ്റി 1990 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആൻസർ ഏതാണ്? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ അല്ലെങ്കിൽ ഏത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 10ാം പട്ടിക, 11ാം പട്ടിക, 12ാം പട്ടിക. ആൻസർ ബി ആണ് വരിക. അതായത് 10ാം പട്ടിക എന്നുള്ളത് പെടാത്തതാണ്. 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭയകിരണം പദ്ധതി, വിദ്യാകിരണം പദ്ധതി, താലോലം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഭയകിരണം പദ്ധതി എന്താണ്? വിധവകൾക്ക് സാമ്പത്തിക സഹായം. അപ്പൊ 1 സി ആണ്. അപ്പൊ ഏതാണ്? സി എന്നുള്ള ആൻസർ ആയിരിക്കും. ഇനി അടുത്തത് നോക്കൂ, വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി എന്താണ്? മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി P. വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ഇതിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പം അന്നത്തേല് 4 എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ എന്താണ് വരിക? ഡി ആണ് വരിക. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ആൻസർ ബി, കാർബൺ ഡയോക്സൈഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന്, ഇതിലെ ഏതാണെന്ന് നോക്കാം. ആൻസർ ഞാൻ പറയാം. ആൻസർ സി ആണ്. അതായത് വലത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിൽ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ഡേവിഡ് ജൂലിയസും ആർഡം പൗറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏതു മേഖലയിലാണ്? ആൻസർ എ, വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. മലേറിയ, ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ജലദോഷം. ആൻസർ എന്താ വരിക? മലേറിയ എന്ന് പറയുന്നത് പ്രോട്ടോസോവ, ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ, അസ്കാരിയാസിസ് എന്ന് പറയുന്നത് വിരകൾ, ജലദോഷം വൈറസ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുവാനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത്? മിഠായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഡി, ഒമിക്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തതേത്? ആരം, പിണ്ഡം, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഇവയൊന്നുമല്ല. ഇത് ക്വസ്റ്റ്യൻ അവര് ഡിലീറ്റ് ആക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ആൻസർ സി, ഘർഷണ ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം? ആൻസർ ബി, സമവർത്തുള്ള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസ്, ആന്റൺ സിലിങ്കർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ സി, ക്വാണ്ടം മെക്കാനിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 ഗ്രാം മീഥെയിൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. CH4 plus 2O2 gives CO2 plus 2H2O. ആൻസർ എന്താ വരിക? എ എന്നുള്ളതാണ്, 110 ഗ്രാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ആൻസർ സി, BCl3, ബേരിയം ക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ആൻസർ ഡി, XY2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ആൻസർ എന്താ വരിക? 1 തെറ്റും 2 ശരിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളേവ? ആൻസർ എ, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ആൻസർ സി, MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഡി, വയനാട്.
താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? ആൻസർ എ, പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരെ? ബി, കെ സച്ചിദാനന്ദൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.